നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താണല്ലേ പറയൂ. സാറിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ? അത് മീനാക്ഷി മേഡത്തെ കാണാനില്ല എന്ന് പറഞ്ഞു. എന്റെ മോള് മനസ്സിന്നതൊക്കെ മറന്നേക്ക്. ബന്ധങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ അമ്മ. അതിപ്പോ രക്തബന്ധമായാലും മനുഷ്യബന്ധമായാലും ജീവനാണ്, പ്രാണനാണ് എന്നൊക്കെ പറയും. അവരുടെയൊക്കെ താല്പര്യങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നു പോയാ ആ ബന്ധങ്ങൾ വേഗം മുറിഞ്ഞു പോവും. ആ തിരിച്ചറിവൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. മീനാക്ഷി, വിട്ടുപോയ കണ്ണികൾ പലതും വിളക്കി ചേർക്കാൻ പാടാണമ്മ. ഞാൻ അവരുടെയൊക്കെ മനസ്സിന്റെ പടി കടന്ന് പുറത്തായി. മോളെ, എന്താ മോളെ ഇങ്ങനെ പറയുന്നത്? അമ്മ പോയിക്കോ. എനിക്കിവിടെ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. അല്ലെങ്കിൽ എന്റെ മനസ്സിന് ഭ്രാന്ത് പിടിക്കും. എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? ഒരു സമാധാനം ഇല്ലല്ലോ ദൈവമേ. മീനാക്ഷിയോട് ചോദിക്കാം. മീനാക്ഷി, 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 ഈ കുട്ടി ഇതെവിടെ പോയിരിക്കുക? ശരാ, എന്തു പറ്റി ഏട്ടത്തി? മീനാക്ഷി കണ്ടു സാവിത്രി? ഇല്ല, ഞാനും അവളെ തിരക്കി വന്നതാ. കാർത്തിയുടെ ഒരു വിവരമില്ല. എന്നാ അവളോട് ചോദിക്കാന്ന് കരുതി. അല്ല, മീനാക്ഷി എവിടെ പോയി? അതാ ഞാനും ആലോചിക്കുന്നത്. ചിലപ്പോ താഴെ ഏതെങ്കിലും മുറി കാണും. വാ, നമുക്ക് നോക്കാം. മീനാക്ഷി, 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 മീനാക്ഷി മോളെ. എന്താ മാലതി മീനാക്ഷിയെ കണ്ടോ? സന്ധ്യക്ക് കണ്ടതാ. നന്ദിനി എടുത്തിട്ട് സംസാരിക്കുന്ന കണ്ടു. ആ, ചിലപ്പോ അമ്മയുടെ അച്ഛന്റെ മുറി കാണും. എന്നാ അവിടെ നോക്കാം. അമ്മേ, അമ്മേ, മീനാക്ഷിയെ കണ്ടോ? മീനാക്ഷി? മീനാക്ഷി കൊച്ച് അല്പം മുമ്പ് അപ്പുറത്തുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നോക്കിട്ട് കാണുന്നില്ല ചാ. അവൾ അവിടെ എവിടെയെങ്കിലും കാണും. എവിടെ പോവാനാ? വാ മക്കളെ, നമുക്ക് നോക്കാം. ദൈവമേ, എന്റെ കുഞ്ഞെ കൊണ്ടുപോയി. മീനാക്ഷി മോളെ. മോനെ, നീ കണ്ടോ? ആര്? മീനാക്ഷിയെ. മീനാക്ഷിയോ? അവളിവിടെ എങ്ങനെ കാണും? നിങ്ങൾ എല്ലാ മുറിയിലും പോയി നോക്ക്. ഞാൻ മുറ്റത്ത് നോക്കാം. സന്ധ്യക്ക് മീനാക്ഷി മുറ്റത്താ ഉണ്ടായിരുന്നത്. ആ, പോ. എന്നാ ഞാൻ അവിടെ നോക്കാം. മോളെ മീനാക്ഷി. നീ പറഞ്ഞൊന്നും കുഞ്ഞിന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. വഴക്ക് പറയുന്നൊരു പരിധിയില്ലേ? അവൾ നമ്മുടെ കുഞ്ഞല്ലേ? ഞാൻ മനസ്സിൽ തട്ടിയൊന്നും പറഞ്ഞതല്ല.
അതറിയാം. പക്ഷെ നീയോ ഞാനോ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് വല്ലാതെ ഫീൽ ചെയ്യും. മക്കളോട് സ്നേഹമുണ്ടെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ കൊച്ചുമക്കളോടാവുമ്പോ അവരോടത് 1000 ഇരട്ടിയാ. എന്റെ കുഞ്ഞു വല്ല കടുക്കുകയും ചെയ്യുമെന്നാണ്. കൈമളേട്ടാ, വെറുതെ ആണെങ്കിലും അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോവും. അച്ഛാ, മീനാക്ഷി പുറത്തൊന്നും കാണാനില്ല. വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫാ. എന്താ മാലതി? ഇല്ലേ അമ്മേ, മീനാക്ഷി എവിടെയും കാണുന്നില്ലല്ലോ. ശ്ശോ, മീനാക്ഷി ഇതെവിടെ പോയി? അതെങ്ങനെ? ചിലര് കരഞ്ഞ് ശപിക്കല്ലായിരുന്നു അവളെ. സർ, സല്യൂട്ടൊന്നും വേണ്ട അല്ലേ. ഓർഡർ കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഞാൻ സസ്പെൻഷനില്ല. അതൊക്കെ പതിവുള്ളതല്ലേ സാർ, അതൊന്നും സാരമല്ല. ഞാൻ മറ്റൊരു കാര്യം പറയാനാ സാർ വന്നത്. എന്താ അല്ലേ, പറയൂ. സാറിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ? അത് മീനാക്ഷി മേഡത്തെ കാണാനില്ല എന്ന് പറഞ്ഞു. സർ, ഡോക്ടറോട് ചോദിക്കാതെ നിർബന്ധമായും 2 days എങ്കിലും സാറ് റെസ്റ്റ് എടുക്കണം. പരിക്ക് നെറ്റിക്കാം, അതുകൊണ്ടാ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.